ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാമൂഹിക നീതിയുടെ പോരാട്ടങ്ങളിലും പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ രാജ്യത്തെ സമാധാനവും ഐക്യവും തകരുമെന്ന് നായികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തിയവർക്ക് സുപ്രീം കോടതിയിൽ നിന്നും വലിയൊരു തിരിച്ചടിയാണ് അടുത്ത ദിവസം ലഭിച്ചിരുന്നത്. 2027 സെൻസസ് ജാതി തിരിച്ചുള്ള വിവരശേഖരണം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 3-അംഗ ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെ എത്ര ജനങ്ങൾ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് എന്തൊക്കെ ക്ഷേമ പദ്ധതികളും സഹായങ്ങളും ആവശ്യമുണ്ടെന്നും കൃത്യമായി അറിയാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചത്. അതൊരു നയപരമായ തീരുമാനമാണെന്നും അതിൽ ഇടപെടാനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയതോടെ കാലങ്ങളായി ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ നടത്തുന്ന അവകാശ പോരാട്ടങ്ങൾക്ക് വലിയൊരു നിയമസാധുത കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തിനാണ് ചിലർ ജാതി സെൻസസിനെ ഇത്രയധികം ഭയപ്പെടുന്നതെന്ന് നോക്കാം. ഇവിടെ അത്തരത്തിൽ പല ചോദ്യങ്ങളും പ്രസക്തവുമാണ്. ജാതി സെൻസസ് വേണമെന്ന ആവശ്യം ഉയർന്നു വന്ന കാലം മുതൽ തന്നെ അതിനെ എതിർക്കാൻ മുൻപന്തിയിലുള്ളത് സമൂഹത്തിലെ വലിയൊരു വിഭാഗം പ്രമാണിമാരും സവർണ വിഭാഗരുമാണ്. ജാതിയുടെ കണക്കെടുത്താൽ ജനങ്ങൾ തമ്മിലടിക്കുമെന്നും സാമൂഹിക ഘടന തകരുമെന്നും ഇവർ പുറത്തേക്ക് പറയുന്ന ന്യായം. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യ ഭയം മറ്റൊന്നാണ്. രാജ്യത്തെ സമ്പത്തും അധികാരവും തൊഴിലവസരങ്ങളുടെ മഹാഭൂരിഭാഗം കൈവശം വെച്ചിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന ചെറിയൊരു ശതമാനം വരുന്ന സവർണ വിഭാഗങ്ങളാണ്. എന്നാൽ എണ്ണത്തിൽ വളരെ കൂടുതൽ ഉണ്ടായിട്ടും കാലങ്ങളായി അധികാരവും വിഭവങ്ങളും നിഷേധിക്കപ്പെട്ട ദളിത്, ആദിവാസി, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയൊരു ശതമാനം ഇന്ന് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായൊരു കണക്കെടുപ്പ് നടന്നാൽ ആരാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൂടുതലും അനുഭവിക്കുന്നത് എന്നതിൻ്റെ നഗ്നമായ സത്യം പുറത്തു വരും. ഇത്രയും കാലം മൂടിവെച്ചിരുന്ന പല കള്ളത്തരങ്ങളും അതോടെ പൊളിഞ്ഞു വീഴും. ഇതാണ് ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്ന പ്രമേയവുമായി ഉറഞ്ഞു തുള്ളുന്നവരുടെ യഥാർത്ഥ പ്രശ്നം. മുൻപ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടോ ചരിത്രപരമായിട്ടുള്ള മറ്റു വിധിയോ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കാതെ പോയതും ഈ സവർണ മേധാവിത്വത്തിന് മുന്നിൽ അന്നത്തെ ഭരണകൂടങ്ങൾ മുട്ടുമടക്കിയത് കൊണ്ടാണ്. എന്നാൽ 90-കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. പിന്നോക്ക വിഭാഗങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി. ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ജാതി സെൻസസ് എന്ന ആവശ്യം ദേശീയ തലത്തിൽ ശക്തമായി ഉന്നയിച്ചത്. കർണാടകയിലും തെലങ്കാനയിലും അതായത് UDF അധികാരത്തിൽ വന്ന സമയത്ത് ഇവർ ആ വാഗ്ദാനം പാലിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ ഇതിനെ നഖശിഖാന്തം എതിർക്കുകയും കോൺഗ്രസ് ജനങ്ങളെ ജാതി പറഞ്ഞ് വിഭജിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്ത BJPയും RSSനും ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്ന അവസ്ഥയാണ് പിന്നീട് നമ്മൾ കാണാനിടയായത്. പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ജാതി സെൻസസിനെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒടുവിൽ അത് നടത്തണമെന്ന വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം വിജയങ്ങൾക്ക് പിന്നിൽ അതിൻ്റെ ചോദ്യങ്ങൾ കൂടെ പ്രസക്തമാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിഷ്കൃത സമൂഹമാണ് നമ്മളെന്ന് നാം പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. എന്നാൽ പിന്നോക്ക, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യഥാർത്ഥ സാമൂഹിക അവസ്ഥ എന്താണെന്ന സത്യം പുറത്തു വരാതിരിക്കാൻ കേരളവും എക്കാലത്തും വലിയ കൗശലം കാണിച്ചിരുന്നു. അയൽ സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് നടത്തിയിട്ടും മുൻപുള്ള ഇടതു സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചാണ് പോന്നിരുന്നത്. പിന്നോക്കക്കാരുടെ യഥാർത്ഥ അവസ്ഥ പുറത്തു വന്നാൽ വലിയൊരു മലയിടിഞ്ഞു വീഴുമെന്ന ഭയമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. മുന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സംവരണ നിയമം പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് അത് അത്യുത്സാഹത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഇടതു സർക്കാർ തന്നെയാണ് ജാതി സെൻസസിനെതിരെ സുപ്രീം കോടതിയിൽ വരെ തടസ്സവാദം ഉന്നയിച്ചത് എന്നത് ചരിത്രത്തിൽ വലിയൊരു വിരോധാഭാസമാണ്. മുൻ സർക്കാരിന് അവസരങ്ങൾ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ അവർ മുഖം തിരിഞ്ഞു നിന്നു. പക്ഷേ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ജാതി സെൻസസ് എന്ന കാലത്തിന്റെ ആവശ്യത്തോട് പുതുതായി അധികാരത്തിൽ വന്ന ശ്രീ VD സതീശന്റെ സർക്കാർ നീതി പുലർത്തുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്. അധികാരത്തിൽ വന്ന ഉടൻ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച പുതിയ സർക്കാരിന്റെ തീരുമാനം വലിയൊരു മാതൃകയായിരുന്നു. അതേ കരുതലും ഇച്ഛാശക്തിയും ഈ വിഷയത്തിലും സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.